എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നല്ല വേനലാണെങ്കിലും ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ആയാലും ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇപ്പോൾ നന്നായിട്ടൊരു മൂടി കിട്ടി നിൽക്കുന്നുണ്ട്. അപ്പം രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നെങ്കിലും പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ക്ലൈമറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് സമയം എന്തായാലും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഇരുട്ട് കൂടിയിരിക്കണം. അപ്പോൾ ഇന്നലത്തേക്കാളും കുറച്ചും കൂടി ഒരു ഇരുളിമയാണ്. അതുകൊണ്ട് തന്നെ മഴ നല്ല ഇരുട്ട് കുത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പോകാം കേട്ടോ. കാരണം നമ്മൾ രാവിലെ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മുളക് മെതിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാരിയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു 8ൻ്റെ മണിയായിരിക്കും കേട്ടോ കിട്ടുന്നത്. തന്നെ നമുക്ക് ചടപടിയിൽ പോയിട്ട് വാരി എടുക്കണം. കാരണം നന്നായിട്ട് തന്നെ ഇരുണ്ട് മൂടി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറാം. നമ്മളെവിടെ പോവാം? ടാറ്റ പോവാ. നമ്മൾ മുളക് വരാൻ പോവാ. അതാ നമ്മുടെ ആവണിക്കുട്ടി കൂടി ഉണ്ട് കേട്ടോ കൂടെ. നമ്മൾ ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്. എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. കാരണം നല്ല മഴ പെട്ടെന്ന് വീണാൽ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ശരവടേന്ന് മാറില്ലായിരിക്കും. അതൊക്കെ കയറി വാ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ തൊട്ട് വെള്ളമായിട്ടാണ് നമ്മൾ ഉണക്കാനിട്ട് നമുക്കിപ്പോൾ അതൊക്കെ കഴിക്കാറ്. അങ്ങനെ ഗൈസ് നമ്മുടെ കുരുമുളക് എല്ലാം നിരത്തിയിട്ട് ആ ഒരു ഏരിയയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫുള്ള് നിരത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇട്ടിട്ടൊരു 3 ദിവസം കഴിഞ്ഞുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിത് നാളെ ഒരു ഉച്ച വരെ ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് കോരി മാറ്റാനാവും. അപ്പോൾ ഈ ഒരു ലെവലിലാട്ടോ നമ്മൾ നിരത്തിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു ലെവലിൽ തന്നെയാണ് നിരത്തിയിട്ടുള്ളത്. ഒരുപാട് അങ്ങനെ കൂടി കിടക്കുന്ന രീതിയിലല്ല കേട്ടോ. അപ്പോൾ ചടപടിയിൽ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. നന്നായിട്ട് ഇരുണ്ട് മൂടി വരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇതേപോലെ നന്നായിട്ട് ഇരുണ്ട് മൂടി വന്നിട്ട് നമുക്ക് ചെറിയൊരു ഒന്ന് നനയാൻ പോലും പെയ്തില്ല കേട്ടോ. ചെറിയൊരു ചാറ്റിൽ ഇങ്ങനെ തുള്ളിയിട്ടിട്ട് അങ്ങനെയൊന്ന് പോയി കേട്ടോ. പക്ഷേ ഇന്നെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി കേട്ടോ വാരിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് പണിക്ക് വന്നാലും നമ്മുടെ കൂടെ വാലായിട്ട് നമ്മുടെ ആവണിക്കുട്ടി എപ്പോഴും ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഇന്നും കൂടെ തന്നെ ഇട്ടിട്ട് എന്തായാലും അവൾ നമ്മൾ അടിച്ചുവാരിയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അടിച്ചുവാരിയും കൂടി അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ കോരി ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പകുതി പുറത്തും പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ഓടാനൊക്കെ പോകുന്നുണ്ട്, ചാടി പറിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കുറേ സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിതാ ഓടിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുറം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള സൈഡൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചൂല് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കുമല്ലോ. അതേപോലെ തന്നെ മുറം വെച്ച് കൂട്ടുന്ന പോലെയല്ല, നമ്മളിങ്ങനെ ചൂല് വെച്ച് അടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ സ്ലോ ആയിട്ട് നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ അവിടെ അങ്ങ് അടിച്ച് പോകാനൊന്നും പറ്റില്ല. കാരണം ഇങ്ങനെ മണി ആയതുകൊണ്ട് ഞാൻ ചൂലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തെറിച്ച് പോകാനൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് നമുക്ക് ഇരട്ടി പണിയാവും. നമ്മളെടുത്തുള്ള ഈ ഒരു ചാക്ക് കിടത്തിയിട്ടിട്ട് നമ്മൾ ഇത്രയും വരുന്നത്, അതായത് ഒരു കാൽഭാഗത്തോളം ഇപ്പം നിറച്ചിട്ടുണ്ടാവും കേട്ടോ. ബാലൻസ് ഉള്ളത് ഇതേപോലെ സൈഡിൽ നിന്ന് മടക്കി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കുട്ടിക്കുറുമ്പി തുള്ളി ചാടിക്കൊണ്ട് നടക്കട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് ആൾക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു കണ്ണല്ല, എല്ലാ കണ്ണുകളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചുവാരി എന്തായാലും തരുന്നില്ല കേട്ടോ. നമുക്ക് അടിച്ചുവാരിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അമ്മയ്ക്ക് അതൊന്ന് കൂട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ അടിച്ചുവാരി അവൾ താഴെ ഇടാത്ത രീതിയിലാട്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുവാണ്. നിറച്ച് കഴിഞ്ഞ ചാക്ക് നമ്മൾ തന്നെ ചുമന്ന് കുറച്ച് അങ്ങോട്ടേക്ക് വെക്കാനായിട്ട്, കാരണം അത് ഫുള്ള് ഇവിടെ തന്നെ നമ്മൾ മൂടി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതോ ഒരു അരഭാഗത്തോളം നന്നായിട്ട് തന്നെ ഫുള്ള് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചാക്ക് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പാടായിരിക്കും കേട്ടോ. പിന്നെ ഏട്ടനുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ച് എടുക്കാൻ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് നിറച്ചിട്ടുള്ള ഒരു അരഭാഗത്തോളം നന്നായിട്ട് നിറച്ചതിന് ശേഷം ഇതാ മാറ്റി വെച്ചിരിക്കും. അടുത്ത ചാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതും പെട്ടെന്ന് കോരി മാറ്റാം. നല്ല വെയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മെതിച്ചിട്ട് ഇതേപോലെ ഉണക്കാനായിട്ട് ഒരു 4 വെയിൽ കിട്ടിയതിന് നമുക്ക് നന്നായിട്ട് കുരുമുളക് ഉണങ്ങി കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങനെ ഉണങ്ങിപ്പോയാലും പാടാണ്, അതേപോലെ തന്നെ ഉണങ്ങിയില്ലെങ്കിലും പാടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് കുരുമുളക് ഉണങ്ങിയതിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു പരിവുണ്ടല്ലോ, അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മണി എടുത്തിട്ട് വയലിട്ടിട്ട് ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ചതഞ്ഞൊന്നും കിടക്കാതെ പെട്ടെന്ന് തന്നെ ടക്കൊക്കെ ഇങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് വരും കേട്ടോ. അങ്ങനെയാട്ടോ നമ്മളിവിടെ നോക്കാറുള്ളത്. പിന്നെ നമ്മളിപ്പോൾ കുരുമുളക് വാരത്തിയ ഒരു മുറാണെങ്കിലും കുറച്ചധികം കാലങ്ങൾ പഴക്കമുള്ളൊരു മുറ തന്നെയാണ്. നമ്മൾ കുരുമുളക് നിരത്താൻ യൂസ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ പാറ്റാനും പിന്നെ ഇതേപോലെ നിരത്താനും മൊത്തത്തിൽ ഇങ്ങനെ യൂസ് ചെയ്ത് ഇപ്പോൾ മുറ നമുക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. മുറ നമ്മൾ വേറെ വാങ്ങിയിട്ടുണ്ട് എന്തായാലും. ഇന്നിപ്പോൾ ഇത് നമ്മൾ എടുത്തത് പറഞ്ഞോളൂ, പെട്ടെന്ന് ധൃതി പിടിച്ച് ഓടി വന്നതുമാണ്. മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനും കൂടി കഴിഞ്ഞ് നമ്മുടെ കുരുമുളക് ഏകദേശം ഈ വർഷത്തെ കഴിയാനായി. പിന്നെ അത് പാറ്റ നമുക്ക് വേറെ മുറ എന്തായാലും എടുക്കേണ്ടി വരും, കാരണം സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവണിക്കുട്ടി നോക്കി അതിൻ്റെ ഇടയ്ക്ക് ചാക്കൊക്കെ പിടിച്ച് സഹായിക്കാനുള്ള പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചെങ്കിലും എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. അപ്പോൾ ആള് ചാക്കൊക്കെ അവിടെ പിടിച്ചെങ്കിലും അത് പെട്ടെന്ന് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത് വാരി കൂട്ടാനുള്ള പരിപാടിയാട്ടോ. ഞാനാണെങ്കിൽ ട്രൈപോഡിൽ വെച്ചിട്ടാട്ടോ ഗൈസ് വീഡിയോ എടുക്കുന്നത്. അതിനിടയ്ക്ക് എൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം, അതാണെങ്കിൽ അമ്മ അടിച്ചടിച്ച് കുരുമുളകിൻ്റെ കൂടെ അടിച്ച് മിക്കവാറും ഇപ്പോൾ ചാക്കിലിട്ടേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുന്നായിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്രയും നമ്മൾ അടിച്ച് കൂട്ടിയതും കൂടി ഈ ഒരു ചാക്കിലേക്ക് ഇടാൻ പോവുകയാണ്.
നമ്മൾ രാവിലെ ഒന്ന് നിരത്തി കഴിഞ്ഞാൽ പിന്നെ 2 വട്ടം ഒന്ന് ചിക്കി ഇടാറുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കി ഇടുകയും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നിരത്തുമ്പോൾ എല്ലാം ഒരേ ലെവലിലാണല്ലോ കിടക്കുക. അപ്പോൾ അതിൻ്റെ അടിയൊന്ന് ചിക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അടിഭാഗം കൂടി മുകളിലേക്ക് വന്ന് ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് ഉണങ്ങാൻ സഹായിക്കും. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടോ. അതേപോലെ തന്നെ നമ്മളിവിടെ നിരത്താൻ വേണ്ട ഒരു പ്രത്യേക തരത്തിലൊരു വടിയൊക്കെ ഇഷ്ടമാണ് നിരത്താനുള്ളത്. നൈസായിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നിരത്തുകയാണെങ്കിൽ എല്ലാവരും നമുക്ക് ഒരേ ലെവലിൽ നിരത്താൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നിരത്തി കൊടുക്കുക. കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വടിയൊക്കെ വെച്ചിട്ട് നിരത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ലെവൽ, അതായത് കട്ടി കൂടിയിട്ട് ഒരു ഭാഗം മാത്രം കട്ടി കൂടി പോയാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഉണക്കാനിടുന്ന ഒരു ടൈമിൽ ആ ഒരു ഭാഗം കുറച്ച് ഉണങ്ങാൻ പാടായി വരും. പിന്നെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കളർ വ്യത്യാസമൊക്കെ വരും. ചിലപ്പോൾ ഇങ്ങനെ പച്ച കളറിലൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരേ ലെവലിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉണക്കും എല്ലാവരുടെയും ഒരേ ലെവലിലാവും ചെയ്യും. കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ ലെവലിൽ തന്നെ കൊടുക്കാനും കൂടി പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെ കേട്ടോ ഉണക്കി എടുക്കാറൊക്കെ ഉള്ളത്. ഇപ്പം എന്തായാലും ഇതുവരെയുള്ള എല്ലാം മൂത്ത് പഴുത്ത മുളകെല്ലാം നമ്മൾ പറിച്ചെടുത്തോട്ട് ഇനി നമുക്ക് 1-2 കൊടിയും കൂടി ഒന്നുകൂടി മൂക്കാനുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്കൊരു ദിവസം പറിക്കാനുള്ള മുളകും കൂടി ഉണ്ടാവട്ടെ ഇനി എന്തായാലും. പിന്നെ മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ടേക്ക് പറിക്കാൻ വേണ്ടി പറ്റില്ല. മഴയുടെ കാര്യം നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇത്രയും നന്നായിട്ട് ഇരുണ്ട് മൂടി വന്നിട്ട് അങ്ങനെ പെയ്യാതെ പോയ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു വേനൽ മഴ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര കൂട്ടുകാരുടെ നാട്ടിലേക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. പിന്നെ ഇത് ആവണിക്കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പണിയൊക്കെ തരുന്നുണ്ട്. കാരണം കുരുമുളക് ഇത് അമ്മ അടിച്ച് കൂട്ടിയതിൻ്റെ ആ സൈഡിലേക്ക് വീണ്ടും നിരന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാക്കിലേക്ക് ഇടുന്നതിൻ്റെ പകുതി അവൾ താഴേക്കൊക്കെ ആയിട്ട് ഇടുന്നത്. പിന്നെ അവൾ അത്രേ ആയിട്ടുള്ളൂ. എന്നാൽ കൂടി നമുക്ക് ധൃതി പിടിച്ച് പെട്ടെന്ന് വരുമ്പോഴേ നമുക്ക് അങ്ങനെ തെറിപ്പിക്കും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ എന്നാലും അവളുടെ പരിശ്രമം അവൾ വിടുന്നില്ല കേട്ടോ. പിന്നെ മാർഗ്ഗം എങ്ങനെയൊക്കെയായാലും ലക്ഷ്യമാണല്ലോ പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇവിടെ ലക്ഷ്യം തന്നെയാണ് പ്രധാനം. കുറച്ച് താഴെ കളഞ്ഞാൽ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ചാക്കിൽ എത്തിക്കണം എന്നാണ് അവളുടെ ലക്ഷ്യം. അങ്ങനെ എന്തായാലും കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയതുകൊണ്ടിരുന്നതാ പകുതി മുക്കാലിതാ വാരി കഴിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഉണ്ട് വരാൻ. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരാനുള്ളത് ഈ ഒരു മുളകൊക്കെ മെതിച്ച് വരുന്ന ടൈമിൽ പിന്നെ അതിൻ്റെ ചണ്ടി മാത്രമായിട്ട് കുറച്ച് കിട്ടും. അപ്പോൾ അതുകൂടി ഉണ്ട് നമുക്ക് വാരിയെടുക്കേണ്ടത്. നമ്മൾ കുറച്ച് വിട്ടിട്ട് ആട്ട് വിട്ടിട്ടുള്ളത്. എന്നാലും നമുക്ക് അതുകൂടി ഒന്ന് വാരിയെടുക്കണം. പിന്നെ പണ്ടൊക്കെ നമ്മൾ മുളക് എത്രയുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ കാലൊക്കെ വെച്ച് ചവിട്ടി അങ്ങനെ ആയിരുന്നുണ്ടോ മെതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ മെതിക്കാനൊക്കെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടോ ആ ഒരു യന്ത്രത്തിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം. കാരണം മിനിറ്റുകൾ കൊണ്ടാട്ടോ നമുക്ക് ഒരുപാട് മുളകൊക്കെ പെട്ടെന്ന് തന്നെ ആട്ടോ മെതിച്ചിടുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആയാലും അടുത്ത് തന്നെ മെതിക്കുന്നൊരു വീടുണ്ട് കേട്ടോ. ആ ഒരു മെഷീനൊക്കെ ഉള്ളത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ മുളകെല്ലാം ഇപ്പോൾ മെതിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ഉടനെ പരിപാടിയും തരുന്നു. നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് എന്തായാലും അത്. അങ്ങനെ നമ്മുടെ മുളക് വാരലെല്ലാം കഴിഞ്ഞതാണ്. വാരിയ മുളകെല്ലാം നമ്മൾ ചാക്കിലാക്കി നന്നായിട്ട് കെട്ടിയിരിക്കുകയാണ്. അതിന് ശേഷം താഴെ ഫുള്ള് കട്ടയടക്കിയിരിക്കട്ടെ. അപ്പോൾ ഒരു കട്ടയുടെ പൊക്കത്തേക്ക് നമ്മൾ ടാർപ്പായി വിരിച്ച് അതിൻ്റെ പൊക്കത്തിലാട്ടോ നമ്മളിപ്പോൾ വാരി വെച്ചിട്ടുള്ള മുളകിൻ്റെ ചാക്കുകളൊക്കെ വെച്ച് കൊടുത്തു. അതിനുശേഷം ആ ബാലൻസുള്ള ടാർപ്പായി വെച്ചിട്ട് മൊത്തത്തിലൊന്ന് മൂടി കൊടുക്കട്ടെ. പിന്നെ ഇതാ കട്ടയും അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കാരണം ഈ ഒരു നല്ല കാറ്റൊക്കെ വീശി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് പറത്തി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് നമ്മളിതാ ചുറ്റിലും നന്നായിട്ട് തന്നെ കട്ടയും കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ട് അപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ചാറി തുടങ്ങിയിരുന്നാലും നമ്മൾ മുളക് വാരിയെടുത്ത് നല്ല കറക്റ്റ് ടൈമിന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കി അന്തരീക്ഷം തന്നെയായിരുന്നു നന്നായിട്ട് മൂടി ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴ കുറച്ചുകൂടി സ്ട്രോങ് ആയി തുടങ്ങുന്നുണ്ട്. അങ്ങനെ കറക്റ്റ് ടൈമിന് എത്തിയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മണി മുളക് പോലും മഴയത്ത് നനയാതെ തന്നെ നമ്മൾ സേഫായിട്ട് മൂടി സെറ്റാക്കി വെച്ചിട്ടത്. ആകാശത്തേക്ക് നോക്കി കാർമേഘം നന്നായിട്ടിട്ട് ഇരുണ്ട് മൂടി കിടക്കുന്നത് ചുറ്റിലും നല്ല തണുത്ത കാറ്റുകൂടി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മളിതാ വീടെത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേതാ അവിടെ നിന്ന് കണ്ടൊരു മഴയൊന്നുമില്ല കേട്ടോ. മഴ നന്നായിട്ട് സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികൾ നട്ടു കൊടുത്തതിനായാലും മൊത്തത്തിൽ നമ്മുടെ ഗാർഡനും അതുപോലെ നമ്മുടെ പറമ്പിലെ വിളകൾക്കൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടൊരു വേനൽ മഴ കിട്ടിയപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ അതൊക്കെ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ടുണ്ട്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ വളപ്പൊടി അതുപോലെ ചാണകപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു മഴ കൂടി കിട്ടിയപ്പോഴത്തേനും കുറച്ചുകൂടി ഒന്ന് അതിലേക്ക് ഇങ്ങനെ പിടിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് താഴെ വെച്ച് കൊടുത്ത് നമ്മുടെ പോട്ടുകളൊക്കെ നന്നായിട്ട് നനഞ്ഞ് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നല്ല വെയിലിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് നോക്കി ഈ ഒരു ചെടിയുടെ അവസ്ഥയിൽ നമുക്ക് രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഈ ഒരു ചെടി എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാട്ടർ കണ്ടൻറ്റ് വേണ്ട ഒരു ചെടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിൽ തട്ടിയപ്പോഴത്തേനും ഒന്ന് വാടി തൂങ്ങിയിരിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ഗാർഡനൊന്നും നനയ്ക്കാനാണ്. കാരണം നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളകൊക്കെ വാരി വീട്ടിലെത്തിയപ്പോൾ ചൂട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആവണിക്കുട്ടിയുടെ ചായ കുറച്ച് തന്നിട്ട് ആളുടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുകയാണ് ആവണിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവണിയുടെ ചായ ആവണിയുടെ ചായ ആവണിക്കുട്ടിയുടെ ചായ എന്താ വെള്ള കളറിലൊന്നും ആരും വിചാരിക്കണം കേട്ടോ. ആവണിക്കുട്ടിയുടെ ചായ നമ്മൾ പൊടിയിട്ടില്ല കേട്ടോ. ആൾക്കത് പാലും വെള്ളം പോലെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ പെയ്യുന്നൊരു പ്രതീക്ഷയിലാട്ടോ നമ്മളിരിക്കുന്നത്. കാരണം നമ്മൾ മുളകൊന്നും നനയാതെ സേഫായിട്ട് കിട്ടുകയും ചേർത്തത് ഒരു മഴ പെയ്തെങ്കിൽ നമ്മുടെ ചെടിക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.